സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ മൂവി റിവ്യൂ സുഹൃത്തുക്കളെ. അതായത് ഡയലോഗ്സ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു പടം കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അതിന് പറ്റിയൊരു സമയമാണ്. കറൻ്റ്ലി അങ്ങനെ ഒരു മൂവി ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ സിസു റോഡ് ടു റിവെഞ്ച് എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് പറയാനാണ് സുഹൃത്തുക്കളെ നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി സിസു എന്ന് പറയുന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജൽമരി ഹെൽഡർ എന്ന് പറയുന്ന ആളാണ്. പുള്ളിതനാണ് റൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റാർ കാസ്റ്റിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ ജോർമ ടൊമിലയും സ്റ്റീഫൻ ലാങ്ങും റിച്ചാർഡ് ബ്രേക്ക് ഇവരൊക്കെയാണ് പടത്തിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ്. ആക്ച്വലി ജോർമ ടൊമിലയാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. സോ സ്റ്റീഫൻ ലാങ് ആണ് ഇതിനകത്ത് വില്ലൻ റോൾ ചെയ്യുന്നത്. സോ സ്റ്റീഫൻ ലാങ് എന്ന് പറയുമ്പോൾ ഡോൺ ബ്രീത്തിനകത്തുണ്ടായിരുന്നു, പിന്നെ അവതാറിനകത്തുണ്ട്, ഇപ്പം ഇറങ്ങാൻ പോകുന്ന തേർഡ് പാർട്ടിനകത്തും പുള്ളിക്കാരൻ തന്നെയാണ്. സോ ഞാൻ എന്തുകൊണ്ടാണ് ഡയലോഗ് ഇല്ലാത്ത മൂവി എന്ന് പറഞ്ഞത്, ഈ പടത്തിനകത്ത് ഒരു 1.5 മണിക്കൂർ വരുന്ന പടമാണ്. ഇതിനകത്ത് കഷ്ടിച്ച് ഒരു 5 അല്ലെങ്കിൽ 10 അത്രയും പോലും ഇല്ലെന്ന് തോന്നുന്നു. സോ അത്രയും മിനിറ്റുകളൊക്കെ ഉള്ളൂ ഇതിനകത്ത് ഡയലോഗ് കാര്യങ്ങളൊക്കെ. അതും കൂടുതലും സംസാരിക്കുന്നത് സ്റ്റീഫൻ ലാങ്ങിന്റെ ക്യാരക്ടറാണ്. ജോർമ ടൊമിലയുടെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ ഡയലോഗ്സേ ഇല്ല. സോ കമ്മിങ് ടു ദ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ ആക്ഷൻ വാർ ഫിലിമാണ്. വേൾഡ് വാർ 2 സമയത്താണ് ഈ ഒരു പടത്തിന്റെ സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നത്. സോ ഫസ്റ്റിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ റോഡ് ടു റിവെഞ്ച് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട്. സോ പുള്ളി കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വേറൊരു കൊണ്ടുപോകണം. സോ ഈ കൊണ്ടുപോകുന്ന വഴിക്ക് ഉണ്ടാകുന്ന കുറച്ചധികം മാസ്മരികമായ സംഭവങ്ങളാണ് ഈ പടത്തിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഫസ്റ്റ് കണ്ടവർക്ക് അറിയാം പുള്ളി എങ്ങനെയാണ്, പുള്ളിയുടെ ക്യാരക്ടർ എന്താണ്, പുള്ളിയുടെ സ്വഭാവം എന്താണ്, പുള്ളി എന്തൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ ഫസ്റ്റ് കണ്ടവർക്ക് കംപ്ലീറ്റ്ലി എന്തായാലും അറിയാവുന്ന കാര്യമാണ്. സോ കാണാത്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫസ്റ്റ് ചെന്ന് കണ്ടിട്ട് സെക്കൻഡ് കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഫസ്റ്റ് കാണാൻ നിങ്ങൾ സെക്കൻഡ് പോയി കാണുവാണെങ്കിൽ ഇത് എന്തിനടെ ഇത് മൊത്തം കത്തിയാണല്ലോ, അത് അങ്ങനെ കുറെ ചിന്തകൾ അല്ലെങ്കിൽ കുറെ തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ വരാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ് കാണുമ്പോൾ ഇതിങ്ങനെയാണ്, പുള്ളി ഇങ്ങനെയാണ്, പുള്ളിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് കാണും. സോ പടത്തിനകത്ത് കുറച്ചധികം ഓവറായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും എങ്ങനെ ചെയ്താലും പുള്ളിക്ക് മരണമില്ല. അങ്ങനെയാണ് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ വരുന്നത്. പുള്ളിയെ വെടിവെച്ചാൽ പുള്ളി ചാവില്ല, കുത്തിവെച്ചാൽ ചാവില്ല. പുള്ളിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഉള്ള ഒരു പേഴ്സണായിട്ടാണ് പുള്ളി ഫസ്റ്റിനകത്തും സെക്കൻഡിനകത്തും കാണിച്ചേക്കുന്നത്. സോ പുള്ളി കുറച്ച് സാധനങ്ങൾ ഒരു ട്രക്കെ ലോഡ് ആക്കിക്കൊണ്ട് പുള്ളി ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നതാണ് പടത്തിൻ്റെ ഒരു പ്ലോട്ട് വരുന്നത്. സോ ഈ ട്രക്കിനെ ചേസ് ചെയ്ത് ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ഫ്ലൈറ്റ്സ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെ പുള്ളി എങ്ങനെ മറികടന്ന് അവിടുന്ന് പോകുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് അത് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി അതൊക്കെ നമുക്ക് ഓക്കെയാണ്, പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഒരു സാധനം മാത്രം, അതായത് ഈ ട്രക്കറില്ലേ, അതായത് മറ്റേ പട്ടാളക്കാർ യൂസ് ചെയ്യുന്ന ഒരുമാതിരി ബീരങ്കി ഉപയോഗിക്കുന്ന സാധനം ഉണ്ടോ, അതിനെന്തോ ഒരു പേര് പറയും, ഐ ഡോണ്ട് നോ ദ എക്സാക്ട് നെയിം. എനിവേ അത് വെച്ചുകൊണ്ട് അതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് പോകുന്ന, അതായത് ഒരു ചെക്ക് പോസ്റ്റ് കിടക്കാൻ വേണ്ടി പുറകെ കുറച്ച് ബോംബും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ ട്രക്കിനെ മൊത്തത്തിൽ ഫ്ലിപ്പ് ചെയ്യുന്നൊരു സാധനമുണ്ട്. അത് ഇച്ചിരി ഓവറായില്ല എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് അതർവൈസ് മൂവി എല്ലാം നൈസാണ്. ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു മൂടി നിങ്ങൾ ഇരുത്തുന്ന ഒരു പടമാണ്. പിന്നെ ഫസ്റ്റിനകത്തും ഒരു 6 ചാപ്റ്ററാണ് കാണിച്ചത്, സെക്കൻഡിനകത്തും 6 ചാപ്റ്ററാണ് കാണിച്ചത്. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഫസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഫസ്റ്റിനകത്ത് കുറച്ചുകൂടെ ഇമോഷണലി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവും. ഇതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് ആക്ഷൻ മാത്രമാണ്. ലാസ്റ്റൊക്കെ ഉണ്ട് ഒരു മിസൈലിൻ്റെ ഒരു സാധനമൊക്കെ വെച്ചുകൊണ്ട് ഒരു ട്രെയിനിൻ്റെ ഒരു ചേസിങ്ങും, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 to 30 മിനിറ്റ്സ് വരുന്ന ഒരു 5 സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയിലേക്ക് എടുക്കാനാണ് പറഞ്ഞല്ലോ. ഓഫ് കോഴ്സ് നിങ്ങൾ ഈ പടം കാണുമ്പം പുള്ളി ഇതൊക്കെ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ ഇതൊക്കെ ഇങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നലുണ്ടാവും. ആ തോന്നൽ വേണം, ആ തോന്നലാണ് ആ ക്യാരക്ടറിൻ്റെ ആ ഒരു പവർ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അതാണ് ആവശ്യപ്പെടുന്നത്. സോ എസ് കേസ് അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ആൻഡ് ബൈ ബൈ.